നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് ജാസ്മിൻ ഇന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ആ ബിഗ് ബോസ് ഹൗസിൽ കിടക്കുന്നതും അവിടുന്ന് ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ച് സമാധാനിപ്പിക്കുന്ന കാര്യമൊക്കെയാണ്. പക്ഷേ അത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, സീക്രട്ട് ഏജൻറ്റിൻ്റെ മാസ്റ്റർ പ്ലാനാണ് അവസാനം ജാസ്മിനെ കരച്ചിലേക്ക് എത്തിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, സീക്രട്ട് ഏജൻറ്റ് അവിടെ ചെന്നിട്ട് വലിയ ആക്റ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് പുള്ളി പയ്യെ ഇങ്ങനെ ഗെയിമിലേക്ക് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. കാരണം ആദ്യം തന്നെ വന്ന സമയത്ത് പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ജാസ്മിനെ പറഞ്ഞ് ധരിപ്പിച്ച് ജാസ്മിനെ ഡൗൺ ആക്കാനുള്ള ആ ഒരു ശ്രമമായിരുന്നു നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണയ്ക്ക് ഉണ്ടായിരുന്നെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ആ ഒരു തുറന്നു പറച്ചിലിന് ശേഷം ഈ ഒരു ആഴ്ച ക്യാപ്റ്റനായിട്ട് കൂടി ഈ ഒരാഴ്ച ജാസ്മിൻ വളരെ ഡൗൺ ആയിരുന്നു, വളരെ ഡൗൺ ആയിരുന്നു. നമുക്കത് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നതും നമ്മുടെ ആശംസകൾ അറിയിക്കുന്ന സമയത്ത്, അതായത് അച്ഛനും അമ്മയും വന്നിട്ട് ആശംസകൾ അറിയിക്കുന്ന സമയത്ത് പോലും ജാസ്മിൻ എന്തോ ആലോചിച്ചിരിക്കുന്ന പോലെയായിരുന്നു. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സീക്രട്ട് ഏജൻറ്റിന് ബുദ്ധിയാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, സൈലൻ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സായി കൃഷ്ണയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.